വെൽക്കം ടു KNTILA ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഹെഡിങ് നോക്കുക, ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയാണ്: സം ഓഫ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് 360 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാഡ്രിലാറ്ററലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എന്താണ്? Sum of the angles of a quadrilateral is 360 degree. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എന്താണ്? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് 360 എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലാസിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമുക്കിനി അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷനായി പറയുന്ന പേരാണെന്ത്? പാരലെലോഗ്രാം എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു വകഭേദമാണ് ഏത് എന്ന് പറയുന്നത്, ഈ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഇനി പാരലോഗ്രാം കഴിഞ്ഞാൽ പിന്നെ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് ട്രപ്പീസിയം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി ക്വാഡ്രിലാറ്ററിൻ്റെ മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ടേമാണ് ഏത്? കൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള കാരണം എന്നുള്ളതൊക്കെയും നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, ക്വാഡ്രിലാറ്ററിന് നമുക്ക് പാരലോഗ്രാം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനായിട്ടും ട്രപ്പീസിയമായിട്ടും അതുപോലെ തന്നെ കൈറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും ചില കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതുപോലെ തന്നെ ഈ പാരലോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, 3 വ്യത്യസ്തമായ രീതികളിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ചില കണ്ടീഷൻസ് ഒബേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാം, റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അതുപോലെ തന്നെ ചില കണ്ടീഷൻസ് ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, റോംബസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സ്ക്വയർ എന്നായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മം 360 ഡിഗ്രി ആയിട്ട് വരുന്നതിന് നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് പാരലോഗ്രാം, ട്രപ്പീസിയം അല്ലെങ്കിൽ കൈറ്റ് ആയിട്ട് മാറും. ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ, റോംബസ് അതുപോലെ തന്നെ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാരായിട്ടുള്ള ഒരു ലിങ്ക് അല്ലെങ്കിൽ റിലേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ഫാമിലിയുടെ. ഇനി ഇതിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ അവൈലബിൾ ആണ്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.